ക്രിസ്തുമതം ക്രിസ്തുമതത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു അവലോകനമാണ്. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണെങ്കിലും ഇന്നും അതിന് പ്രസക്തിയുണ്ട്. അത് 2 ഭാഗങ്ങളായി 2 വീഡിയോകളായി കൊടുക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ക്രിസ്തുമതത്തിൽ എന്തെല്ലാം വൈരുദ്ധ്യങ്ങളും വൈജാത്യങ്ങളും ഉണ്ടായാലും അതിനോടുള്ള എൻ്റെയും നിങ്ങളുടെയും സമീപനം എന്തായിരുന്നാലും പാശ്ചാത്യ ലോകത്ത്, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നുള്ള അതിൻ്റെ തിരോധാനം, ആസന്ന ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന തിരോധാനം സ്വതന്ത്ര ചിന്തയുടെയും ജീവിത സ്വാതന്ത്ര്യത്തിൻ്റെയും വിനാശമായിരിക്കും. സ്വതന്ത്ര ചിന്ത ക്രിസ്തുമതത്തിൻ്റെ സഹജ സ്വഭാവമാണോ അതോ യൂറോപ്പിൻ്റെ സഹജാവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ അത് യൂറോപ്പിൻ്റെ തന്നെ ആകാനാണ് കൂടുതൽ സാധ്യത. 15-ാം നൂറ്റാണ്ടിൻ്റെ ശേഷമുണ്ടായ വ്യാവസായിക വിപ്ലവത്തോടുകൂടി ക്രമേണ യൂറോപ്പിൽ ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഈ സ്വതന്ത്ര ചിന്ത. ക്രിസ്തുമതം ഒരു പരിധിവരെ അത് ഉൾക്കൊള്ളുകയും ചെയ്തു. അതിനു മുമ്പ് ക്രിസ്തുമതത്തിൽ വളരെ റിജിഡായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നു. പോപ്പ് സമ്പന്നരായവരെ ധനം കൊടുത്താൽ അവർക്ക് സ്വർഗരാജ്യം പ്രദാനം ചെയ്യിച്ചിട്ട് സ്വർഗരാജ്യത്തിന് ചീട്ട് കൊടുക്കുന്ന ഒരു വ്യവസ്ഥ വരെ ഒരു കാലത്ത് ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. യൂറോപ്പിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുമതം ഒരു ന്യൂനപക്ഷ മതമാണ്. അതിൻ്റെ അതിശത്വം അനിതര വിദൂര ഭാവിയിൽ ഇല്ലാതാക്കും എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം. അങ്ങനെ വന്നാൽ കതിരയ്ക്ക് കണ്ടി വെച്ചിക്കൈ എന്ന് വേണം കരുതാൻ. ലോകത്തെമ്പാടും മതപ്രചരണത്തിന് കപടമായ മാർഗങ്ങൾ ഉപയോഗിച്ച ഒരു മതമാണ് ക്രിസ്തുമതം. വരും കാലം ലോകത്തിൻ്റെ അതീശത്വം ഭീകരവാദം മുഖമുദ്രയാക്കിയ ഒരു മതത്തിൻ്റെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ചിലരെങ്കിലും പറയും, എന്തുകൊണ്ടാണ് ആ മതത്തിൻ്റെ പേരെടുത്ത് പറയാതെ? ഇസ്ലാം മതം തന്നെയാണ്. പേരെടുത്ത് പറഞ്ഞാൽ അത് പിന്നാലെ അത് വരുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യുൽപാദനക്ഷമത വർദ്ധിപ്പിച്ചില്ല എങ്കിൽ അപകടം തന്നെ എന്നുള്ള ആഹ്വാനം മറ്റെങ്ങു നിന്നുമുള്ള പേപ്പസിയുടെ ആസ്ഥാനമായ റോമിൽ നിന്ന് തന്നെയാണ്. കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഇപ്പോൾ വിരമിച്ച പോപ്പ് എന്തുകൊണ്ടും, അതായത് 10-15 വർഷം മുമ്പുള്ള ലേഖനമാണിത്, എന്തുകൊണ്ടും വിശുദ്ധനായിരുന്നു. കാരണം ഈ സ്ഥാനം അറിയിക്കുന്ന ശാരീരിക ശുദ്ധി പ്രായാധിക്യം മൂലം പരിപാലിക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ സ്ഥാനം ഒഴിയുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ക്രിസ്തു പറഞ്ഞ ഹൃദയശുദ്ധിയുള്ള ഒരാൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇതിനു മുൻപ് വിവാദമുണ്ടാക്കിയിട്ടുള്ള പല പ്രസ്താവനകളും ഹൃദയശുദ്ധിയുടെ തെളിവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ഒരു തന്ത്രജ്ഞനായിരുന്നില്ല എന്നതിനു കൂടി തെളിവാണിത്. ഹൃദയം ശുദ്ധിയുള്ളവർക്ക് തന്ത്രത്തിൻ്റെ ആവശ്യം വരുന്നില്ല എന്നതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ പാശ്ചാത്യ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം മത വ്യാപനം ക്രിസ്തുമതത്തിന് മാത്രമല്ല, ജനാധിപത്യത്തിനും മനുഷ്യൻ്റെ മൗലിക സ്വാതന്ത്ര്യത്തിനും വിനാശകരമായിരിക്കും. വിമർശിച്ചാൽ കയ്യും കാലും ഒക്കെ ഓരോന്നായി വെട്ടിമാറ്റപ്പെടുന്ന കിരാതമായ ഒരു സംസ്കാരത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ നികൃഷ്ടതയ്ക്ക് നിയതി കൊടുക്കുന്ന ശിക്ഷ കൂടിയായിരിക്കാം ഇത്. കിതാബിൽ എന്തൊക്കെ മഹത്തായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അല്പം പോലും ഭൂമിയിൽ അനുഭവപ്പെടാത്ത ഒരു സങ്കുചിത്വമാണ് ഇസ്ലാം മതം. ഇസ്ലാമിൻ്റെയും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ കാണാം, ലിബറൽ എന്ന വാക്യത്തിൻ്റെ ബെറിയൽ ആയിരിക്കും അതെന്ന്. ഭാരതീയ ചിന്തകൾ ആത്മസമ്മാനത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും പരമകോടിയിൽ നിൽക്കുന്നതാണെങ്കിലും അത് പാശ്ചാത്യർക്ക് അപരിചിതവും വൈദേശികവുമായതിനാൽ ക്രിസ്തുമതത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുക അനതിവിദൂര ഭാവിയിൽ സാധ്യമാകില്ല. ഇത്തരുണത്തിൽ ക്രിസ്തുമതത്തിൻ്റെ കുറവ് സ്വയം പരിഹരിച്ച് ആത്മസമ്മാനത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണത്തിന് ഉതകും വണ്ണം ബലപ്പെടുത്തേണ്ടതാണ്. മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. അതിന് മതത്തിൻ്റെ പുനരുദ്ധാനം അനിവാര്യമാണ്. ക്രിസ്തുമതത്തിൽ നിന്നുള്ള പലായനത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ അതിൻ്റെ പുനരുജ്ജീവനം സാധ്യമാകൂ. ഇത്തരുണത്തിൽ സത്യസന്ധമായ ഒരു വിലയിരുത്തൽ ക്രിസ്തുമതത്തിന് സാധിക്കുമോ എന്നത് വേറൊരു കാര്യമാണ്. അത് സാധിച്ചില്ല എങ്കിൽ ലിബറൽ എന്ന പദം തന്നെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാനാണ് സാധ്യത. ക്രിസ്തുമതത്തിൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ വസ്തുനിഷ്ഠമായി അന്വേഷിക്കുമ്പോൾ കുടുംബം വ്യവസ്ഥയുടെ തകർച്ചയാണ് അതിൻ്റെ മൂലകാരണമായി തോന്നുന്നത്. കുടുംബ വ്യവസ്ഥ എങ്ങനെ തകർന്നു എന്നത് ആലോചിക്കേണ്ട കാര്യമാണ്. ശാസ്ത്രത്തിൻ്റെ തകർച്ചയോടുകൂടി മതവും ശാസ്ത്രവും 2 ധ്രുവങ്ങളിലാണെന്ന് കണ്ടെത്തി ക്രമേണ മതത്തിൻ്റെ വിശ്വാസം കുറഞ്ഞു വന്നു. തൽഫലമായി ധാർമ്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇല്ലാതായി.
തുടർന്നുണ്ടായ അരാജകത്വം വ്യക്തി ജീവിതത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കി. നിലനിൽക്കുവാനും വളരുവാനും ഒരു അടിത്തറ അനിവാര്യമാണ്. ക്രിസ്തുമതത്തിനുള്ള വിശ്വാസരാഹിത്യം ഈ അടിത്തറ തന്നെ ഇല്ലാതാക്കി. തുടർന്നുണ്ടാകുന്ന ഒരു ചോദ്യം ഉദ്ഘോഷിക്കുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന മതത്തിന് ഇല്ലാത്ത അടിത്തറ സ്വീകരിക്കപ്പെടുന്ന മതത്തിന് ഉണ്ടോ എന്നതാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുക എളുപ്പമാണെങ്കിലും ആ വിഷയത്തിലേക്ക് കടക്കാതെ പോകുന്നതാണ് ഉചിതം. മതം മാറുന്ന വ്യക്തിയുടെ മനസ്സിൽ ഇതിനൊന്നും സ്ഥാനമില്ല. കാരണം തൽക്കാലത്തെ അവസ്ഥയിൽ നിന്നുള്ള ഒരു മോചനം എന്ന നിലയ്ക്കാണ് ഇത് സംഭവിക്കുന്നത്. ഒരിടത്ത് ഓടിത്തളരുമ്പോഴുള്ള ഒരു വിശ്രമസ്ഥലം എന്ന നിലയ്ക്ക് അപ്പോൾ കണ്ട തണലിൽ വിശ്രമിക്കുന്നു എന്ന് മാത്രം. പിന്നീട് മതം ഒരു മയക്കുമരുന്ന് പോലെ ആയിത്തീരുന്നു. മനഃശാസ്ത്രപരമായ ഒട്ടനവധി തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മതപരിവർത്തനം നടത്തുന്ന ക്രിസ്തുമതം പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ അമ്പയെ പരാജയപ്പെടുന്നു എന്നത് ഒരു വിധിവൈപരീത്യം മാത്രമാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായ വസ്തുത ക്രിസ്തുമതത്തിൻ്റെ ശാസ്ത്ര നിഷേധവും ശാസ്ത്രത്തിൻ്റെ ക്രിസ്തുമത നിഷേധവും ക്രിസ്തുവിൻ്റെ ദർശനങ്ങളിലോ ക്രിസ്തുവചനങ്ങളിലോ അന്തർഗതമാണോ എന്നതാണ്. നാളിതുവരെയുള്ള എൻ്റെ പഠനങ്ങളിൽ നിന്ന് വ്യക്തമായത് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ശാസ്ത്രവിരുദ്ധമല്ല എന്നതാണ്. ശാസ്ത്രത്തിന് തെറ്റുപറ്റാം, എന്നിരുന്നാലും സത്യം ഒരിക്കലും ശാസ്ത്രവിരുദ്ധമാകില്ല. ക്രിസ്തു ദർശനങ്ങൾക്ക് ശാസ്ത്രവുമായുള്ള ഈ വൈജാത്യം ക്രിസ്തുവചനങ്ങളെ വ്യാഖ്യാനിച്ച് ഫലിപ്പിച്ചതിൽ നിന്നുണ്ടായതാണ്. ക്രിസ്തുമതം യഹൂദമതത്തിൻ്റെ തുടർച്ചയോ പൂർത്തീകരണമോ ആണെന്നുള്ള വരുത്തി തീർക്കുവാൻ വേണ്ടി അപ്പോസ്തലൻ പൗലോസ് നടത്തിയ വ്യാഖ്യാനങ്ങളും തങ്ങളുടെ ആധിപത്യം എന്നേക്കും നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടെ മതമേധാവികൾ കാലാകാലങ്ങളിൽ നടത്തിയ തിരുത്തലുകളും കുറേയൊക്കെ അജ്ഞതയും ക്രിസ്തു ദർശനത്തെ ശാസ്ത്രവിരുദ്ധമാക്കി തീർത്തു. ക്രിസ്തു ദർശനത്തിൽ ഭാരതീയ വേദാന്തത്തോളമോ ഇസ്ലാമിലെ സൂഫി ദർശനത്തിന് സമാനമോ യുക്തിസഹവും ശാസ്ത്രബദ്ധവും പവിത്രവുമാണെന്നാണ് എൻ്റെ പഠനങ്ങളിൽ ബോധ്യമായിട്ടുള്ളത്. ക്രിസ്തുവിൻ്റെ ദർശനത്തിൽ 2000-ൽ-അധികം വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന യഹൂദ മതത്തിൻ്റെ തുടർച്ചയോ പുനരാഖ്യാനമോ അല്ല എന്നു കണ്ടെത്തുന്നതോടുകൂടി മാത്രമേ അതിൻ്റെ സ്വതന്ത്രവും യുക്തിസഹവുമായ അർത്ഥം കണ്ടെത്തുവാൻ കഴിയൂ. ക്രിസ്തുമതത്തിലെ യുക്തിരാഹിത്യങ്ങൾ മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയിൽ ചുരുക്കി വിവരിച്ചിട്ടുള്ളതാണ്. വാസ്തവത്തിൽ അത് ക്രിസ്തു ദർശനത്തിലെ യുക്തിരാഹിത്യമല്ല, മറിച്ച് ക്രിസ്തു വചനങ്ങളെ വ്യാഖ്യാനിച്ച് അവതരിപ്പിച്ചതിൻ്റെ ഫലമായി ഉണ്ടായതാണ്. വിസ്താരഭയത്താൽ ഇതൊന്നും ഇവിടെ ഉദ്ധരിക്കുവാൻ നിവൃത്തിയില്ല. എങ്കിലും ഏതാനും ചില അവ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ഈ ലേഖനം തന്നെ അർത്ഥരഹിതമായി മാറും. ഉദാഹരണം: ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ ദൈവരാജ്യം സ്വന്തമാക്കും. ആത്മാവിൽ ദരിദ്രൻ എന്നത് ആത്മീയ ദാരിദ്ര്യമല്ല, ആത്മീയതയുടെ നിറവാണ്. ഈ അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾക്ക് അഗമ്യമായിട്ടുള്ള ആത്മാനന്ദം ഉളവാകും. ആത്മാവിൻ്റെ ഉപകരണങ്ങൾ മാത്രമായ ഇന്ദ്രിയങ്ങൾക്ക് ഈ ആനന്ദം വിവരിക്കുക സാധ്യമല്ല. അവസ്ഥയെ ആത്മാവിൽ ദരിദ്രൻ എന്ന് പറയുന്നത് കേനോപനിഷത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ ആശയമാണ്. യസ്യാമതം തസ്യമതം മതം യസ്യ വേദസ അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനത. ആത്മാവിൽ ദരിദ്രൻ എന്നത് ആത്മീയ ദാരിദ്ര്യമല്ല, ആത്മീയതയുടെ നിറവാണ്. ഈ അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾക്ക് അഗമ്യമായിട്ടുള്ള ആത്മാനന്ദം ഉളവാകും. ആത്മാവിൻ്റെ ഉപകരണങ്ങൾ മാത്രമായ ഇന്ദ്രിയങ്ങൾക്ക് ഈ ആനന്ദം വിവരിക്കുക സാധ്യമല്ലാത്ത അവസ്ഥയെ ആത്മാവിൽ ദരിദ്രൻ എന്ന് പറയുന്നു. അതായത് ഈ ആത്മാവിൻ്റെ ഉപകരണങ്ങൾ മാത്രമായ ഇന്ദ്രിയങ്ങൾക്ക് ഈ ആനന്ദം വിവരിക്കുക സാധ്യമല്ലാത്ത അവസ്ഥയെ ആത്മാവിൽ ദരിദ്രൻ എന്ന് പറയുന്നു. കേനോപനിഷത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ ആശയമാണിത്. യസ്യാമതം തസ്യമതം മതം യസ്യ നവേദസ അഭിജ്ഞാതം വിജാനതാം വിജ്ഞാതം അഭിജാനതാം. അറിഞ്ഞു എന്ന് വിചാരിക്കുന്നവന് അറിയാൻ കഴിയാത്തതും അറിയാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവൻ അറിഞ്ഞതുമാണ് ആ സത്യം എന്നാണ് ഇതിൻ്റെ സാരം. ഈശ്വരൻ ഇന്ദ്രിയഗമ്യമല്ല എന്നുള്ള അവസ്ഥയാണ് ആത്മാവിൽ ദരിദ്രൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി അടുത്ത ഒരു വീഡിയോയിൽ പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു.
യസ്യാമതം എന്നുള്ള ഭാഗം തൊട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതാണ്.